അങ്ങനെ വഴിതെറ്റി അവർ കുറേ നടന്നു. ഭക്ഷണമൊട്ടുമില്ലാത്തതുകൊണ്ട് അവർ ആകെ തളർന്നുപോയി. അപ്പോഴാണ് പേളി ചോദിച്ചത്, അക്ബർ, നിന്റെ ക്യാമറയിൽ നീ ഇത്രയും നേരം നടന്നതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. അത് നോക്കിയാൽ നമുക്ക് തിരികെ പോകാനുള്ള വഴി കണ്ടുപിടിക്കാമല്ലോ. ഉടൻ തന്നെ അക്ബർ ക്യാമറ എടുത്തുനോക്കി. പക്ഷെ അപ്പോഴാണ് അറിയുന്നത് ക്യാമറ ഓഫാണെന്ന്. ആ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടതോടെ അവർ ആകെ തകർന്നു. ഇനി ഒന്നും പ്രതീക്ഷിക്കാതെ നടന്നാൽ എങ്ങനെയെങ്കിലും തിരിച്ചെത്താം എന്ന് അർജുൻ പറഞ്ഞപ്പോൾ അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് പേളിയുടെ കാൽ വഴുതി അവൾ ഒരു കൊക്കയിലേക്ക് വീഴാൻ പോയി. അർജുൻ അവളെ രക്ഷിക്കാൻ കൈനീട്ടിയെങ്കിലും അത് സാധിച്ചില്ല. അവൾ താഴേക്ക് വീണു. ആ സംഭവം അക്ബറിനെയും അർജുനെയും വല്ലാതെ തളർത്തിക്കളഞ്ഞു. അങ്ങനെ നടക്കുമ്പോൾ അക്ബർ പറഞ്ഞു, അവൾ ആഗ്രഹിച്ചതുപോലെ ഈ പ്രോജക്റ്റ് ഇനി അവളുടെ പേരിൽ തന്നെ നമുക്ക് തീർക്കാം. പക്ഷേ അർജുൻ പെട്ടെന്ന് ഗൗരവത്തിൽ പറഞ്ഞു, നീ ആ ക്യാമറ എന്റെ കയ്യിൽ തന്നിട്ട് ഇവിടുന്ന് പോ. അതുകേട്ടപ്പോൾ അക്ബർ ആദ്യമൊന്ന് ചിരിച്ചു. നീ എന്താടാ ഈ പറയുന്നേ എന്ന് ചോദിച്ചു. പക്ഷേ അർജുന്റെ മുഖഭാവം മാറിയത് കണ്ടപ്പോൾ അക്ബറിന് മനസ്സിലായി അവൻ തമാശ പറയുകയല്ല എന്ന്. അക്ബർ ക്യാമറ കൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ അർജുൻ അവനെ അടിച്ചു വീഴ്ത്തുകയും കൊന്നുകളയുകയും ചെയ്തു. എന്നിട്ട് ആ ക്യാമറയും എടുത്ത് അവൻ പേളിയുടെ ഓഫീസിലേക്ക് തിരിച്ചു. അപ്പോഴാണ് നടന്ന കാര്യങ്ങൾ അർജുൻ ഓർക്കുന്നത്. പേളി ഈ ട്രിപ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അർജുന് അതിലെ പണത്തെക്കുറിച്ച് അറിയാമായിരുന്നു. ആ $1 മില്യൺ കിട്ടാൻ വേണ്ടിയാണ് അർജുൻ തന്നെ ഈ കാട്ടിലേക്ക് വരാൻ സമ്മതിച്ചത്. പേളിയെ കൊക്കയിലേക്ക് തള്ളിയിട്ടതും അർജുൻ തന്നെയായിരുന്നു.